അബ്ദുല്ലാഹിബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലായിരുന്നു. ആ സമയം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം വിച്ഛേദിച്ച ആൾ ഈ സദസ്സിൽ ഇരിക്കുന്നത് ഒരു നിലക്കും അനുയോജ്യമല്ല. എത്രയും പെട്ടെന്ന് അവർ ഈ സദസ്സിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ആ സമയം ഒരാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം അയാൾ തിരിച്ചു വന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്കെന്തു പറ്റി? എന്തിനാണ് നീ നേരത്തെ പോയത്? ആ സമയം ആ വ്യക്തി പറഞ്ഞു, ഞാൻ എൻ്റെ മാതൃ സഹോദരിയുമായി കുടുംബബന്ധം വിച്ഛേദിച്ച അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ ആ മാതൃ സഹോദരിയെ കാണാൻ പോയതാണ്. പോയ സമയം മാതൃ സഹോദരി എന്നോട് ചോദിച്ചു, എന്താണ് ഇങ്ങോട്ട് വരാനുള്ള കാരണം? ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില വിഷയം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് മാതൃ സഹോദരി എനിക്ക് പുറത്തു തരികയും ഞാനും അങ്ങോട്ട് പുറത്തു കൊടുക്കുകയും ചെയ്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ട അവസരത്തിൽ അവിടുന്ന് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. അതിനുശേഷം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കൂട്ടത്തിൽ കുടുംബബന്ധം വിച്ഛേദിച്ച ആൾ ഉണ്ടായിരിക്കെ ആ കൂട്ടത്തിലേക്ക് അല്ലാഹു തആലയുടെ റഹ്മത്ത് ഇറങ്ങൂല. അതുകൊണ്ട് കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ഒരവസ്ഥ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ചെറിയ നിസ്സാര വിഷയങ്ങൾക്കായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു കയറുന്നത്. അതൊക്കെ ഒഴിവാക്കി കുടുംബബന്ധം ഏത് രൂപത്തിലാണോ നിലനിർത്തേണ്ടത് ആ രൂപത്തിൽ നാം നിലനിർത്തുക. എങ്ങനെയാണോ ബന്ധം വിച്ഛേദിച്ചത് അതിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ അത് കൂട്ടിയിണക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും കൂട്ടിയിണക്കി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുക.